നമസ്കാരം. ശ്രീകലാ ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ചിത്രകേതുവിനെ അംഗിരസ് മഹർഷി സമാധാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മഹർഷി നോക്കിയപ്പോൾ രാജ്യവാസികൾ ഒന്നടങ്കം ദുഃഖസാഗരത്തിൽ മുങ്ങി രോദനം ചെയ്യുന്നതും പുത്രന്റെ ശവശരീരത്തിന് സമീപം മറ്റൊരു ശവം പോലെ രാജാവ് മോഹിച്ചു കിടക്കുന്നതും കണ്ടു. അദ്ദേഹത്തെ അനുകമ്പയോടുകൂടി കടാക്ഷിച്ചുകൊണ്ട് അംഗിരസ് മഹർഷി പറഞ്ഞു, രാജേന്ദ്ര, ശാസ്ത്രഗ്രാഹിയായി നീ ഇപ്രകാരം അവിവേകികളെ പോലെ മോഹിക്കാമോ? മരിച്ചുപോയ ഇവനെക്കുറിച്ച് നീ വളരെ വ്യസനിക്കുന്നുവല്ലോ. നിനക്കും ഇവനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇവൻ പുത്രനാണെന്നാണെങ്കിൽ കഴിഞ്ഞ ജന്മം ഇവൻ ആരായിരുന്നു? നീ ആരായിരുന്നു? ഇനി അടുത്ത ജന്മം നിങ്ങൾ ആരായിരിക്കും? നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ കാണുന്ന ബന്ധം മുമ്പില്ലായിരുന്നു, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതുപോലെ ഇപ്പോൾ തോന്നുന്ന ബന്ധവും വാസ്തവമല്ല. നദീപ്രവാഹത്തിൽ അകപ്പെട്ട മണൽത്തരികൾ പോലെ രണ്ട് ജീവന്മാർ എപ്പോഴോ എവിടെയോ വെച്ച് ഒന്നിച്ചു ചേരുന്നു. അടുത്ത ക്ഷണത്തിൽ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നു. ഇപ്പോൾ നമ്മോട് ബന്ധപ്പെട്ട് കാണുന്ന ഈ ചരാചരങ്ങൾ ഇതിനു മുമ്പെങ്ങും ഇതുപോലെ ചേർന്നിരുന്നവയല്ല, ഇനി ചേരാനും പോകുന്നില്ല. വിത്തിൽ നിന്ന് നെൽച്ചെടി ഉണ്ടാകുന്നു. അതിൽ നെല്ലുണ്ടായി പഴുത്ത് കൊഴിഞ്ഞു പോകുന്നു. നെല്ലുണ്ടാകുമ്പോൾ ചെടിക്ക് സന്തോഷമോ കൊഴിഞ്ഞു പോകുമ്പോൾ സങ്കടമോ കാണപ്പെടുന്നില്ല. അതുപോലെ പ്രാണികളിൽ നിന്ന് പ്രാണികൾ ഉണ്ടാകുന്നു, നശിക്കുന്നു. ഇത് സർവേശ്വരന്റെ ലീലയാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്നതും നശിക്കുന്നതും ശരീരങ്ങൾ മാത്രമാണ്. അവയിലുള്ള ആത്മചൈതന്യത്തൊരിക്കലും നാശമില്ല. ദേഹം ദേഹി എന്ന ഭേദബുദ്ധി തന്നെയും അജ്ഞാനകാര്യമാണ്. സദ്വസ്തു ഭഗവാൻ മാത്രമാണ്. വിവേകസഹിതമായ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് ഇവയെപ്പറ്റി ചിന്തിക്കുവാനാണ്, അല്ലാതെ മൃഗങ്ങൾക്കായി കഷ്ടമായി മോഹിച്ച് കരയാനല്ല. ഈ ആശ്വാസമൊക്കെ കേട്ടപ്പോൾ ചിത്രകേതു കണ്ണു തുടച്ചിട്ട് മഹർഷിമാരെ നോക്കി. ശോകാധിക്യത്താൽ വിചാരശക്തി മങ്ങിപ്പോയതിനാൽ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രാജാവ് പറഞ്ഞു, കരുണാശാലികളായ ഭഗവാന്മാർ ആരാണ്? എന്നെ പോലെയുള്ള വിഷയികളെ ഉദ്ധരിക്കാൻ ഭഗവതഭക്തന്മാരായ സിദ്ധന്മാർ സഞ്ചരിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അംഗിരസ്, നാരദർ, സനൽകുമാരർ, വ്യാസർ മുതലായ മഹാത്മാക്കളിൽ ആരോ ആണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ധതം മനസ്സിൽ വീണുകിടക്കുന്ന എന്നെ കാരുണ്യമൂർത്തികളായ നിങ്ങൾ അനുഗ്രഹിക്കണമേ. ഗോഹർത്തപുത്രാദികളിലെ സ്നേഹബന്ധം നീക്കിത്തരയണമേ. മായാന്ധകാരം പോക്കി ജ്ഞാനദീപത്തെ കാണിച്ച് അനുഗ്രഹിക്കണമേ. അംഗിരസ് പറഞ്ഞു, രാജൻ, നിനക്ക് പുത്രനെ തന്ന അംഗിരസാണ് ഞാൻ. ഈ നിൽക്കുന്നത് സാക്ഷാൽ നാരദ ഭഗവാനുമാണ്. ഞങ്ങൾ എന്തിനു വന്നെന്നോ നീ ഭഗവാനെ ആശ്രയിച്ചവനാണ്. നീ പുത്രശോകത്താൽ കരുണ കാണാത്ത ദുഃഖസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. ഭഗവത് ഭക്തൻ അങ്ങനെ ശോകമോഹിതനാകരുത്. അതിനാൽ നിന്നെ മോഹം തീർക്കാനാണ് ഞങ്ങൾ വന്നത്. അന്ന് ഞാൻ വന്നത് നിനക്ക് ജ്ഞാനോപദേശം തരാൻ തന്നെയായിരുന്നു. പക്ഷേ ഒരു പുത്രൻ കൂടിയേ കഴിയൂ എന്ന് നീ നിർബന്ധിച്ചതുകൊണ്ട് തന്നതാണ്. പുത്രൻ മൂലം നീ വേണ്ടത്ര ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പോൾ നീ ഉപദേശം സ്വീകരിക്കാൻ അർഹനായി കഴിഞ്ഞു. ഈ പുത്രന്റെ കാര്യത്തിൽ എന്ന പോലെ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളിലും ക്ഷണഭങ്കുരവും ദുഃഖപ്രദവുമാണ്. നീ സാവധാനമായി ഇവയെക്കുറിച്ച് ചിന്തിക്കണം. തത്വവിചാരത്താൽ പ്രപഞ്ചം മിഥ്യയാണെന്നറിഞ്ഞ് സത്യവസ്ഥയായ ഭഗവാനെ ഹൃദയത്തിൽ ഓർപ്പിച്ചുകൊണ്ട് പ്രശാന്തനായി ഭവിക്കുക. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.